ഒരു റെസ്റ്റോറൻറ്റ് കിച്ചൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരട്ടെ. ഈ വീഡിയോയിൽ വേറെ ഒരു പരിപാടിയില്ല, അങ്ങനത്തെ കുറച്ച് കാഴ്ച. അത് കാണാൻ താല്പര്യമില്ലാത്തൊരു ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ചോളി, അല്ലാത്തൊരു നേരെ ഇരുന്ന് കണ്ടോളി. കുറച്ച് നല്ല ഐറ്റംസ് ഒക്കെ കാണിച്ചു തരട്ടോ. നല്ല അടിപൊളി ഞണ്ട് മസാല അടിക്കണം, അതൊക്കെ ആവാനുണ്ട്. അതൊക്കെ നമുക്ക് മെല്ലെ ഇങ്ങനെ കാണിക്കാം. പിന്നെ കണ്ടില്ലേ, മീനൊക്കെ മസാല തേച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയായാലും ഒരു 10-12 ടൈപ്പ് മീൻ എന്തായാലും ഉച്ചക്കത്തെ ചോറിന് മറ്റുമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ലൊക്കേഷനൊക്കെ ഞാനത് വീഡിയോൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി പല ടൈപ്പ് മീനുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഒരു സാധനം കണ്ടത്. നമ്മളെ മത്തിയില്ലേ, നല്ല കുരുമുളകൊക്കെ ഇട്ടുകൊണ്ട് വരട്ടിയെടുത്ത സാധനം. ഇത് ശരിക്കും കുഞ്ഞമ്മത്തിയിൽ ചെയ്തിട്ട് ഒരു ആലോചിക്കട്ടെ, ചെറിയ പൊറാട്ട എടുത്തിട്ട് നൈസായിട്ട് പൊറാട്ട എടുത്ത് ഇങ്ങനെ ആ ചാറ് ഇങ്ങനെ കോരി കഴിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, അതിന് പറ്റിയ സാധനം കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞണ്ട് കേട്ടോ. ഇതൊന്നും ദിവസം ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഇത് കിട്ടുന്നതിനനുസരിച്ച് ഇവിടെ അവർ രാവിലെ പോയിട്ട് എടുത്ത് ഇങ്ങനെ വരുന്നതനുസരിച്ച് കിട്ടുന്ന മീൻ അനുസരിച്ച് എല്ലാ മീനും കൊണ്ടുവച്ചിട്ട് പരിപാടിയാണ്. അപ്പോൾ അതെന്തായാലും കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് വറ്റി വരാനുണ്ട്. നമുക്ക് അവസാനം ഞാനൊന്നുകൂടി കാണിച്ചു തരാം. പിന്നെയാണ് നമ്മളെ ചിക്കൻ കറി. നമ്മളെ കോഴിക്കോട് വറുത്തരച്ച ചിക്കൻ കറി ഒരു ഫേമസ് ആണല്ലോ. അത് ബ്രോയിലറിൽ നല്ല വറുത്തരച്ച ചിക്കൻ്റെ കറി. അങ്ങനെ നോക്കിയപ്പോഴാണ് വേറൊരു സാധനം കണ്ടത്. നമ്മളെ ഈ മുരു എപ്പോഴും പറഞ്ഞിട്ടാൽ എന്താ ചോദിക്കാറുണ്ട്, ഓയിസ്റ്ററാണ് കേട്ടോ സാധനം. ചെറുതാണ്, അടിപൊളി. പിന്നെ ഇതാ നമ്മളെ കൂന്തലിൻ്റെ മസാല, നല്ല അടിപൊളി സാധനമല്ലേ. ഇതും പൊറാട്ട കൂടുതൽ. അപ്പോഴാണ് ആ ചെമ്മീൻ എടുത്തത്. അങ്ങനെ നോക്കിയപ്പോഴാണ് വേറൊരു സാധനം കണ്ടത് കേട്ടോ. ഇതെന്താ സാധനം കണ്ടപ്പോൾ മനസ്സിലായോ? നല്ല ചെമ്പല്ലില്ലേ, ചെറിയ ചെമ്പല്ലി, ചെറുതൊന്നല്ല, അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അത് മാങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തൊരു പരിപാടി. നമ്മളെ പേരകളിലൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള സാധനമല്ലേ, അതേപോലത്തെ ഒരു പരിപാടി. പിന്നെ നമ്മളെ ഞണ്ടവിടെ ആവുന്നുണ്ട്, അവിടെ കിടക്കട്ടെ. മീൻ കണ്ടില്ല, പൊരിക്കാനുള്ള ആഗോലിയുണ്ട്, ഐലണ്ട്, അയക്കോറുണ്ട്, സൂതൊക്കെ ഏതാണ്ട് എന്തൊക്കെയോ സാധനം. പിന്നെ കുറേ ടൈപ്പ് കോരകൾ, അങ്ങനെ കുറേ ടൈപ്പ് മീനുണ്ടാവും കേട്ടോ. അത് അങ്ങനത്താണ് ഇവിടുത്തെ പരിപാടി. പിന്നെ അതാ നമ്മൾ നേരത്തെ പറഞ്ഞ ഞണ്ട്, അത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ കഴിഞ്ഞ അവൾ കൊടുത്തപ്പോൾ സാധനം കണ്ടില്ലേ. ഇനി ഇത് വെളുപ്പ് ഓർഡർ വന്നതനുസരിച്ച് ഇങ്ങനെ വന്നോളും. നമുക്ക് ആ കാഴ്ചകൾ നമുക്ക് കാണാം, വളർന്ന കാഴ്ചകൾ കാണാം. സാധനം എങ്ങനെയുണ്ട്, കടൽ ഞണ്ടാട്ടോ. കണ്ടില്ല ആ ചാറ്. ഈ ചാറ് ഒന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഒരു കഷ്ണം പൊറാട്ടി നല്ല നൈസ് പത്തിലെടുത്ത് ആ ചാറ് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങോട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു കഷ്ണം ഞണ്ടൂടെ എടുത്ത് കഴിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അതാ നമ്മളെ അയില മുളക്. കോഴിക്കോട് രാവിലെ തന്നെ അയില മുളക് ഇട്ടും പുട്ടും അതൊരു വെറൈറ്റി തന്നെയാണല്ലോ നമുക്കില്ലേ. നല്ല അയിലച്ചാർ. നമ്മളെ ഞണ്ട് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഒരു ക്വാണ്ടിറ്റി കാണിച്ചത്, അത് എടുക്കുന്ന ക്വാണ്ടിറ്റി 3-4 വർഷം ഉണ്ടാവുമായിരിക്കും. നോക്കാം. ഇതിൻ്റെ ഗ്രേവി കണ്ടിട്ട് കേട്ടോ, ഞണ്ട് മസാല. ഇതിപ്പോൾ തീരും, ഒക്കെ പെട്ടെന്ന് പരിപാടിയാണ്. പിന്നെ നമ്മളെ ബീഫിലാണ്ട് എന്ത് പരിപാടിയില്ലേ, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഫ്രൈ അടിച്ച സാധനം. ബീഫ് തേങ്ങാക്കൊത്തൊക്കെ കാണാനുണ്ട്, കുറച്ച് പറിച്ചിലല്ലേ സാധനം. അതിൽ കാണാനുണ്ട്, എല്ലാം അടിപൊളിയായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ അയിലക്കറി. ആ കറി നല്ല പുട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കഴിക്കുന്നൊന്ന് വിചാരിച്ച് നോക്കിയേ. നമ്മളെ കോഴിക്കോട് അധികം അവിടെ രാവിലെ തന്നെ അയിലക്കറി ആവട്ടോ. അതെന്താണെന്ന് അറിയില്ല, എല്ലായിടത്തിലും അയിലക്കറി രാവിലെ, പുട്ടും അയിലക്കറിയും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ചെമ്മീൻ പീര, ചെറിയ ചെമ്മീനാട്ടോ. നമ്മൾ മത്തിപ്പീരയൊക്കെ പറയില്ല, അതേപോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആ സാധനം പീര. കറിവേപ്പിലൊക്കെ കാണുന്നുണ്ട്, എല്ലാ ചെറിയ ഉള്ളി കാണുന്നുണ്ട്, തേങ്ങ, ചെമ്മീൻ. ഇത് നമ്മൾ നേരത്തെ ചെമ്പല്ലിയാണ്ട് വലുപ്പം കണ്ടല്ലോ, അത്യാവശ്യം വലുപ്പമുള്ള. അത് മാങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക, തേങ്ങാപ്പാൽ ചെയ്തെടുത്ത സാധനം. ഇപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കമൻറ്റ് ഉണ്ട് കേട്ടോ.